അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ലീവാണ്. രാവിലെ തന്നെ ആരോ ചുടുവെള്ളം എടുത്തു വെച്ചത് കണ്ടപ്പോൾ കുളിയൊക്കെ നേരത്തെ തന്നെ നമ്മൾ കഴിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ താഴെയുള്ള ബഗാലേ പോയി. ഇതാണ് നമ്മളെ അരീക്കോടുള്ള മുബഷീർ. നമ്മൾ മുന്നിട്ട് വീഡിയോ കണ്ടിട്ട് മുബഷീറിന് ആരൊക്കെ കുറിയത്തിലുള്ളവര് നമ്മൾ ആ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തെന്നാ പറഞ്ഞത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാന്ന് വിചാരിച്ചിട്ടോ. കൂടെ അതിന് മുന്നേ ചായന്റെ കൂടെ കടിക്കാനുള്ള ഒരു സ്നാക്സും വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ ചായ ഉണ്ടാക്കി. ചായ കൂടി ഇനി നേരെ ഇനി കിച്ചണിലേക്ക്. അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ നമ്മൾ അളന്നെടുത്ത് ഒരു തലക്കല് ആദ്യം തന്നെ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്ത് ഒരു ഭാഗത്ത് തൻവീർ നമ്മളെ കറിക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കല് തുടങ്ങി. എന്താവോ എന്തോ ലാസ്റ്റ് അറിയാം. പ്രവാസിയായി പിന്നെ നിങ്ങളോട് പറയണ്ടല്ലോ, ഏത് ഫുഡ് ഉണ്ടാക്കാത്തവനും പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കും. അങ്ങനെ ഒരു സ്റ്റൗവിൽ നമ്മൾ നെയ്ച്ചോറും വെച്ച് മറ്റേ സ്റ്റൗവിൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന തിരക്കില്ല. നമ്മളെ കറിയിൽ എന്തൊക്കെ വാരിയിട്ടെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടണില്ല. കാരണം കയ്യിൽ കിട്ടിയ എല്ലാ പൊടികളും വാരിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ നെയ്ച്ചോറൊക്കെ സെറ്റാക്കി കറിയും സെറ്റാക്കി ഇനി പള്ളി പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ വെള്ളിയാഴ്ച പള്ളിയിലെത്തി പതിവ് പോലെ അവിടെ കച്ചവടക്കാരും മറ്റവരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പള്ളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ട ഒരു കാര്യമാണ്, എല്ലാ ഖുർആന്റെ പരിഭാഷയും അവിടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ മലയാളം. ഈ പ്രാവശ്യവും നമ്മൾ ഒന്നും വാങ്ങിയിട്ടില്ല, കാരണം നമ്മൾ നാളെ ജിദ്ദയിലേക്ക് തന്നെ മടങ്ങി പോകാനാണ്. അങ്ങനെ നടന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. മാഷാ അല്ലാ, അയാളൊരു ഹൈറ്റ് നോക്കി. മാഷാ അല്ലാ, ചെറിയ ചെറിയ കുട്ടികളൊക്കെയാണ് കച്ചവടം ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്. അങ്ങനെ പള്ളിയിൽ ഇറങ്ങി നേരെ ഇനി ഫുഡ് കഴിക്കാനുള്ള ഓട്ടോ ഇടുകയാണ്. കാരണം ഫുഡ് കഴിച്ചിട്ട് ഒരു ഉറക്കം ഉറങ്ങാണ്ട്. വെള്ളിയാഴ്ച ഫുഡ് കഴിച്ചിട്ടുള്ള ഉറക്കം ഒരു പ്രത്യേക സുഖാട്ടോ. പിന്നെ ഈ സാധനം കൂടി റൂമിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് തണുപ്പിൽ നല്ലൊരു ആശ്വാസം. കുറെ ആൾക്കാർ പറഞ്ഞു ആ ഹീറ്റർ ഡേഞ്ചർ ആണ് എന്ന്. പക്ഷേ സംഭവം ശരി തന്നെയാണ്, ഡേഞ്ചർ ആണ്. ഇറങ്ങി എണീറ്റതിന് ശേഷം നമ്മൾ നേരെ മലയാളികൾ ഹോട്ടലായ തൊയ്ബ ഹോട്ടലിൽ പോയി. വൈകുന്നേര സമയങ്ങളിൽ അവിടെ നല്ല ചൂടുള്ള കടിയും ചായയും കിട്ടും. നല്ല പഴംപൊരിയും ചായയും നമ്മൾ അവിടെ നിന്ന് കുടിച്ചതിന് ശേഷം നമുക്ക് ജിദ്ദയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പൂക്കൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വിവിധ തരം നല്ല ചെടികളൊക്കെ ഉണ്ട് അവിടെ. ഫ്ലവർ ആയിട്ട് കണ്ടത് കൂടുതൽ ഈ മല്ലികയാണ്. നമ്മൾ വാങ്ങിയതും അതാണ്. ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ പ്രത്യേക ഒരു സ്ഥലത്ത് കയറിയ ഒരു ഫീലാണ്. പുറത്തുള്ളതിനെക്കാട്ടും കൂടുതൽ അകത്ത് തണുപ്പുള്ള ഒരു ഫീല്. എന്തായാലും നമ്മളൊരു 10-50 പൂക്കൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അവര് കറക്റ്റ് സെറ്റാക്കി തന്നു. തൻവീർ നല്ല വിലപേശല്ല കേട്ടോ. ഇവിടെ വിലപേശയില് ഒന്നും കൂടി ഇങ്ങോട്ട് കുറഞ്ഞു. ഇത് നമ്മളെ പൊതീനയാണ്, അതായത് മിന്റ്. അതൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ച് വണ്ടിയിൽ വെച്ച് നമ്മൾ അവിടുന്ന് പോകുന്നത്. ഇവിടെ കണ്ടോ, ഓരോ റൗണ്ട് ബോട്ടിൽ എത്തുമ്പോഴും നമുക്ക് ഓരോരോ ഡിസൈൻ കാണാം അവർ ഉണ്ടാക്കി വെച്ചത്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടി. ഓരോ റൗണ്ട് ബോട്ടിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്കിനി ഒരു ഷൂ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 23 റിയാലിന്റെ ഷൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷൂ വാങ്ങാൻ കയറി. 23 റിയാലിന് നല്ല അടിപൊളി ഷൂ ഒക്കെ അവിടെ കാണാൻ കിട്ടോ. എനിക്ക് പറ്റിയ ഒരു ഷൂ ഞാൻ കണ്ടപ്പോൾ അതിന്റെ വേറൊരു സൈസ് അവിടെ ഇല്ല. ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ വാങ്ങാൻ ആലോചിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയില്ല. അങ്ങനെ നേരെ റൂമിന്റെ അങ്ങോട്ട് പോകുന്നു. ഇവിടുത്തെ ഷീഷേ കട. സിഗരറ്റ് വലിക്കുന്നവർക്ക് സിഗരറ്റ് ഉണ്ട്. ഇനി അതല്ല ഇലക്ട്രിക് സിഗരറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ട്. അതുമല്ല നമ്മളെ ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ടുള്ള ഷീഷ വലിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണെങ്കിൽ അതും. അങ്ങനെ ആ വെള്ളിയാഴ്ച അങ്ങോട്ട് കഴിഞ്ഞ് ഇനി വേഗം പോയിട്ടൊന്ന് ഉറങ്ങട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാട്ടോ.